നമസ്കാരം. ഒടുവിൽ ലോകത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അതീവ ജാഗ്രതയിലാണ്. ഇറാനിലെ തലസ്ഥാനം ടെഹ്റാനിൽ ഇന്ന് ഇസ്രായേൽ സേന അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ പ്രതിരോധ സേന അപ്രതീക്ഷിത ആക്രമണമാണ് നടത്തിയത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ മാധ്യമങ്ങളും ആക്രമണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ജനങ്ങൾ ആശങ്കയോടെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ആക്രമണം ആരംഭിക്കുകയും രാജ്യത്തിന്റെ രാഷ്ട്രീയ സുരക്ഷയ്ക്കുള്ള ഭീഷണി മറികടക്കാനായ നടപടിയാണിതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. രാജ്യത്ത് എയറോസ്പേസ് അടച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. ഇസ്രായേൽ ഇറാൻ സംഘർഷം കഴിഞ്ഞ വർഷങ്ങളായി ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു ആക്രമണം യുദ്ധഭീതിയെ കൂടുതൽ ബലപ്പെടുത്തുകയാണ്. ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസങ്ങൾക്ക് മുഴുവൻ തകർത്തുകൊണ്ട് ഇസ്രായേൽ യുദ്ധത്തിന് തീ കൊടുത്തിരിക്കുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മുൻകാല സംഘർഷങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിലും നയതന്ത്ര കേന്ദ്രങ്ങളിലും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര നീക്കങ്ങൾക്കും ആണവ നിയന്ത്രണ പ്രക്രിയകൾക്കും ഇടയിലാണ് ഈ പുതിയ ആക്രമണം. ഇപ്പോഴത്തെ നടപടികൾക്ക് ഇറാൻ മറുപടി കൊടുക്കാനുള്ള അതിവേഗ സാധ്യതയുള്ളതായും ഇരു രാജ്യങ്ങളിലും യുദ്ധ സാധ്യത ഉയർന്നതായും വിദഗ്ധർ തന്നെ പറയുന്നു. അമേരിക്കയും പ്രദേശത്ത് സജീവമാണ്. ഇസ്രായേൽ തീരത്തെത്തിയ USS ജെറാൾഡ് ഫോർഡ് പടക്കപ്പൽ സർവ്വസജ്ജമെന്ന് US നാവികസേന നേരത്തെ തന്നെ അറിയിച്ചിരുന്നതും വലിയ ഭീതി വിതയ്ക്കുകയാണ്. സാങ്കേതിക കാരണങ്ങളാൽ വൈകിയെന്ന പേരിൽ ഏറെ ചർച്ചയായതാണ് കപ്പലിന്റെ യാത്ര. USS ജെറാൾഡ് ഫോർഡ് കൂടി എത്തിയതോടെ മേഖലയിൽ അമേരിക്കൻ സേനാ വിന്യാസം പൂർണ്ണമായിരുന്നു. ആക്രമണ സജ്ജമെന്ന് US നാവികസേനയുടെ പ്രഖ്യാപനം കൂടിയായതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയർന്നിരുന്നത്. ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായാൽ ചെറുക്കാൻ US ജെറാൾഡ് ഫോർഡിനെ ഇസ്രായേൽ തീരത്താണ് വിന്യസിച്ചിരിക്കുന്നത്. ഈ സംഘർഷത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകുമെന്നും പല വിദേശ മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നു. മറ്റു ക്രിയാത്മക രാജ്യങ്ങൾ ഇതുവരെ നേരിട്ട് ഇടപെടുന്നില്ല എങ്കിലും സമാധാനം നിലനിർത്താനുള്ള ശക്തമായ ശ്രമങ്ങൾ തുടരുകയാണ്. അമേരിക്ക നേരത്തെ തന്നെ ആക്രമണ സാധ്യത മുൻനിർത്തി അമേരിക്കക്കാരോട് ഉൾപ്പെടെ രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും അതേസമയം അമേരിക്കൻ പടക്കപ്പൽ ഇസ്രായേൽ തീരത്തേക്ക് നീക്കുകയും ചെയ്തതോടെ യുദ്ധം നിലം തൊട്ടു എന്ന കാര്യം ഉറപ്പായിരുന്നുവെങ്കിലും സമാധാന ശ്രമങ്ങളിൽ വിജയമുണ്ടാകണം എന്ന പ്രതീക്ഷ ലോകം കൈവിട്ടിരുന്നില്ല. ഇപ്പോൾ ലോകമെമ്പാടും വലിയ ആശങ്കയാണ് നിഴലിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ വികാസം ഭാവിയിൽ വലിയ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഗൾഫ് മേഖലയിലും ഇറാനെ പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ അത് വലിയ ദുരന്തം വിതയ്ക്കും. ഈ സാഹചര്യം ലോകം മുഴുവൻ സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും മുന്നിൽ വലിയ വെല്ലുവിളിയാവുകയാണ്.